നമസ്കാരം. കൊല്ലപ്പെടും. അനുപമയടക്കം 3 കന്യാസ്ത്രീകൾ മഠം വിട്ടു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്ക് പിന്തുണയുമായി സമരം നടത്തിയ കുറുവിലങ്ങാട്ടെ 3 കന്യാസ്ത്രീകൾ അവസാനം മഠം വിട്ടു. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളും കുറുവിലങ്ങാട് നാടുകുന്ന് സെൻറ്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ അനുപമ, സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചിരിക്കുന്നത്. പരാതിക്കാരി അടക്കം 6 കന്യാസ്ത്രീകളാണ് ഈ മഠത്തിൽ ഉണ്ടായിരുന്നത്. 3 പേർ മഠത്തിൽ തുടരുന്നുണ്ട്. പല സമയങ്ങളിലായാണ് ഈ കന്യാസ്ത്രീ വേഷം ഇവർ ഉപേക്ഷിച്ചത്. 3 പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ്. കോൺവെൻറ്റിൽ തുടരുന്നതിൻ്റെ മാനസിക സമ്മർദ്ദമാണ് മഠം വിടാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്. സിസ്റ്റർ നീനയ്ക്ക് ഇടയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു. ഏറെ നാൾ ചികിത്സയിലായിരുന്നതിനാൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നു. മഠം വിടുന്ന കാര്യം ജലന്ധർ രൂപതയെയും കോൺവെൻറ്റ് അധികൃതരെയുമൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ കത്തോലിക്ക സഭയെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ടുള്ള ബലാത്സംഗ ആരോപണം എന്ന് പറയപ്പെടുന്നത്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 13 തവണ പീഡിപ്പിച്ചു എന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ അന്നത്തെ പരാതി. കുറുവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഏകദേശം 105 ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം 2022 ജനുവരി 14 ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഈ മഠങ്ങളിലെ പീഡനങ്ങളും മരണങ്ങളും നിരവധി ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ തന്നെ കണക്കനുസരിച്ച് നോക്കിയാൽ 1965 ശേഷം ഇതുവരെ ഏതാണ്ട് ഒരു 85-ലധികം ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടവരിൽ നല്ലൊരു ശതമാനവും ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾ ആയിരുന്നുവെങ്കിലും ഒന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുചെവി അറിയാതെ ഒതുക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു ഇതെല്ലാം. ഇനി ഇവരുടെ കൈകളിൽ ഒതുങ്ങാത്തതാണെങ്കിൽ അവ വല്ല കിണറുകളിലോ പാറമടകളിലോ ഫാനുകളിലോ കെട്ടിത്തൂങ്ങിയ നിലയ്ക്ക് ശവം കാണും. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളാകുന്ന ആത്മഹത്യകൾ പുറത്തു വരുമ്പോൾ സ്ഥിരം പല്ലവി വരുന്നത് ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു, വർഷങ്ങളായി ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, കുടുംബപരമായി ഇവർക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്നൊക്കെയാണ്. സത്യത്തിൽ അഭയയുടെ കൊലപാതകത്തിൽ പോലും ഇവർ പറഞ്ഞിരുന്നത് അഭയയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കറിയാവുന്നു. എന്നാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പിടിമുറുക്കിയപ്പോഴാണ് ഇവന്മാരുടെയൊക്കെ പണി പാളിപ്പോയിരിക്കുന്നത് എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുവാൻ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുറുവിലങ്ങാട് മഠത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ നടത്തിയ കാമപ്പേക്കൂത്തുകൾ അത് പുറത്തു വന്നതും ഈ സോഷ്യൽ മീഡിയയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്. അന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിസ്റ്റർ അനുപമ അടക്കം അവരുടെ നേതൃത്വത്തിൽ വഞ്ചി സ്ക്വയറിൽ നടന്ന ആ പ്രതിഷേധം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പ്രതിഷേധമായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഷേധം ആഗോള ശ്രദ്ധ നേടുകയും അന്ന് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വിഷയമായിരുന്നു. അന്ന് മഠത്തിലുള്ളവർക്കും പ്രതികരിക്കുവാൻ ഒരു ശേഷി ഉണ്ടായത് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പല സമര സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഇവർക്ക് അന്ന് നിർലോഭമായിട്ടുള്ള സഹകരണം ലഭിച്ചു എന്നുള്ള അങ്ങനെ ഇവർ മുന്നോട്ട് വന്നു എന്നുള്ളത്. പക്ഷേ കോടതിയിൽ ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. എന്നാൽ ഇതിലെ ഏറ്റവും നാണംകെട്ട വസ്തുത എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? സാധാരണ ഒരു പൗരോഹിത്യം എന്ന് പറയപ്പെടുന്നത് അവരുടെ പൗരോഹിത്യം നൽകുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ലംഘിക്കരുത് എന്നാണ്. പ്രത്യേകിച്ചും വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മരണകരമായ പാപമാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പ് ഒരു കോടതിയിൽ സത്യവാങ്മൂലം ഇയാൾ നൽകുകയാണ് താൻ 13 തവണ പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്. അത് ഞങ്ങളുടെ കൺസെൻറ്റോടു കൂടിയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതിലൂടെ അവർ ശ്രമിക്കുന്നത് എന്താണ്? ഇതൊരു റേപ്പായിരുന്നില്ല എന്നാണ്. അതായത് പരാതി റേപ്പായിരുന്നല്ലോ. അപ്പോൾ റേപ്പ് എന്ന പരാതിയെ നിർവീര്യമാക്കാൻ വേണ്ടി അത് റേപ്പല്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടുന്ന തെളിവുകളും
ഇവർ അയച്ചേക്കാവുന്ന വാട്സപ്പ് സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങളും വീഡിയോ കോളുകളും എല്ലാത്തിൻ്റെയും ഉള്ളടക്കം സഹിതം കോടതിയിൽ നൽകി സത്യവാങ്മൂലം നൽകുന്നു. 13 തവണ ബന്ധപ്പെട്ടിട്ടുള്ളത് സത്യമാണ് എന്ന്, അതെല്ലാം പരസ്പര സമ്മതത്തോടു കൂടിയാണ് എന്നുകൂടി അവർ വരുത്തി തീർത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ചാൽ, ചിലപ്പോൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയിൽ സമ്മതിക്കുന്ന ആദ്യത്തെ ബിഷപ്പായിരിക്കും ഈ ഇവൻ. എന്നിട്ട് പോലും ഇവനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ അവസാനം രക്ഷപ്പെടുന്നു. എന്നാൽ ഈ കേസിനെ ഇതുവരെ കൊണ്ടെത്തിക്കുവാൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരിശങ്കർ IPSനൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇയാളെ കോടതി വരെയെങ്കിലും എത്തിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയപ്പെടുന്നത്, ഇവരുടെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള ബൈബിൾ പ്രകാരം വ്യഭിചാരം ചെയ്യുക അല്ലെങ്കിൽ പരസംഘം ചെയ്യുക എന്ന് വച്ചാൽ മരണകരമായ പാപമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ പൗരോഹിത്യം എന്ന് പറയപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി ഉരിഞ്ഞു പോകുമെന്നാണ് കാനോനിൽ പറയുന്നത്. പക്ഷെ ആ വ്യഭിചാരി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആദ്യം കണ്ട ചാപ്പൽ കയറി കുർബാന അർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ബിഷപ്പ് എമറേറ്റ്സ് എന്ന പദവിയിൽ ഇപ്പോഴും സഭയുടെ പരിലാളന ലഭിക്കുന്നുണ്ട്. അപ്പോഴും വലിയ ആശങ്ക എന്ന് പറയപ്പെടുന്നത് ഈ പ്രതിഷേധത്തിനിറങ്ങിയ ഈ സിസ്റ്റർമാരുടെ അനുഭവം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവർ വല്ല കിണറ്റിലോ കുളത്തിലോ ചാടുമെന്ന് ഞങ്ങൾ തന്നെ, അതായത് ITV ന്യൂസ് തന്നെ പലവട്ടം പറഞ്ഞിരുന്നു. ഇവരുടെ പേരിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത് ദുസ്സഹമായിരുന്നു. അതായത് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും അവസ്ഥയുമായിരുന്നു. അതായത് ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന അവസ്ഥയിലാണ് അവർ അവിടെ കഴിയുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേസിൻ്റെ നാൾ വഴികൾ എന്ന് പറയപ്പെടുന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്തെ കത്തോലിക്ക സഭയും ചിലപ്പോൾ വിശ്വാസികളെയും ഒക്കെ ഒരേപോലെ അമ്പരപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേസിനെയും അന്വേഷണത്തെയും ഒക്കെ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ശ്രമിച്ചുവെങ്കിലും ഇരയായിട്ടുള്ള കന്യാസ്ത്രീ അടക്കം നിലപാടിൽ ഉറച്ചു നിന്നതാണ് അവസാനം നിർണായകമായത് എന്നുള്ളതാണ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ തന്നെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയപ്പെടുന്നത്. ജലന്ധർ രൂപത ആസ്ഥാനത്ത് 2018 ഓഗസ്റ്റ് 13 കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനെത്തിയ പോലീസ്, ആ പോലീസിന് നേരെ ഉപരോധമടക്കം കണ്ട ഒരു കേസാണിത്. അന്വേഷണത്തിനായി എത്തിയ കേരള പോലീസിന് ബിഷപ്പിനെ കാര്യമായി കണ്ട് ചോദ്യം ചെയ്യാനും അന്ന് ആയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് അന്വേഷണ സംഘത്തെ ഏറെ നേരം കാത്തു നിർത്തിച്ചിരുന്നു ഈ ബിഷപ്പ് എന്ന് പറയപ്പെടുന്നത്. കന്യാസ്ത്രീയുടെ പരാതിയിലെ നിജസ്ഥിതി അറിയുവാൻ വേണ്ടി പിന്നീട് പലവട്ടം പോലീസ് വലവീശിയെങ്കിലും ജലന്ധറിൽ വെച്ച് നടക്കില്ല എന്ന് അന്വേഷണ സംഘത്തിന് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ചെയ്യൽ ക്രമസമാധാന പ്രശ്നമായി മാറരുത് എന്ന് പഞ്ചാബ് പോലീസ് അടക്കം അന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബിഷപ്പിന് ജലന്ധർ മേഖലയിൽ വിശ്വാസികളിൽ അടക്കമുള്ള സ്വാധീനം മുന്നിൽ കണ്ടായിരുന്നു അത്തരത്തിലൊരു നീക്കം അവിടെ നടന്നത് എന്നുള്ളതാണ്. ഫ്രാങ്കോ മുളയ്ക്കൽ ഒളിച്ചു കളിക്കുന്നു എന്ന് തോന്നിയതോടെയാണ് ബിഷപ്പ് എന്ന പരിഗണന ഇനി വേണ്ടെന്ന് കേരള പോലീസ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് 2018 സെപ്റ്റംബർ മാസം 19 കൊച്ചിയിലേക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിച്ചത്. തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ. ഈ VIP ആയ പ്രതിയെ ചോദ്യം ചെയ്യാൻ ഹൈടെക് ചോദ്യം ചെയ്യൽ മുറിയൊരുക്കിയെന്ന് ബിഷപ്പ് ഫ്രാങ്കോയുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ക്യാമറകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സജ്ജീകരിച്ചു. പ്രത്യേക ചോദ്യാവലി ഉണ്ടാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുമ്പോൾ ഈ വീഡിയോ ക്യാമറ ദൃശ്യങ്ങളിലൂടെ മേലുദ്യോഗസ്ഥർ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ഓരോ 2 മണിക്കൂറിലും ചോദ്യം ചെയ്യൽ എങ്ങനെ വേണമെന്നൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ബലാത്സംഗത്തെ എതിർത്ത ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചത് എന്നുള്ളതാണ്. എന്നാൽ കന്യാസ്ത്രീ മഠത്തിലെ ബിഷപ്പിന്റെ സന്ദർശനങ്ങളും മൊബൈൽ സന്ദേശങ്ങളും അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ നിരത്തിയതോടെ ബിഷപ്പിന് ഉത്തരമുട്ടുകയായിരുന്നു. ഒടുവിൽ 3-ാം ദിവസം രാത്രി അറസ്റ്റ് ഉണ്ടാകുന്നു. എന്നാൽ അറസ്റ്റിന് ശേഷവും നാടകീയതകൾ അന്ന് തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ കോടതിയിൽ ഹാജരാകാൻ കോട്ടയത്തേക്ക് കൊണ്ടുപോകും വഴി ബിഷപ്പിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ബിഷപ്പിന് കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് തൊട്ടടുത്ത ദിവസം ഡോക്ടർമാർ വിധി എഴുതുന്നു. അതോടുകൂടി 3 ദിവസം കൂടി കസ്റ്റഡിയിലാകുന്നു. ഒടുവിൽ റിമാൻഡിലായി ബിഷപ്പ് പാലാ സബ് ജയിലിലേക്ക് പോകുന്നു. ദിവസങ്ങൾ നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ഉപാധികളോടെ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു.
കേസിനെയോ സാക്ഷികളെയോ ഒരു തരത്തിലും സ്വാധീനിക്കുവാൻ ശ്രമിക്കരുത് എന്ന വ്യവസ്ഥകളോടെയായിരുന്നു പുറത്തിറങ്ങിയത്. 2019 ഏപ്രിൽ മാസം 9 പാലാ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. അതിനുശേഷവും വിചാരണ വൈകിക്കാൻ നിരവധി ശ്രമങ്ങൾ അന്നുണ്ടായി എന്നുള്ളതാണ്. ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ച പകർപ്പുകൾ തെളിഞ്ഞില്ലെന്ന് പറഞ്ഞ് ബിഷപ്പിൻ്റെ അപേക്ഷകൾ കോടതിയിലെത്തി. ഒന്നിനു പുറകെ ഒന്നായി പുതിയ ഹർജികൾ, ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് നൽകിയ ഹർജികൾ വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ തള്ളുകയും ചെയ്തു. മുൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി, മുതിർന്ന അഭിഭാഷകൻ ആനന്ദ് മിശ്ര തുടങ്ങിയവരാണ് അന്ന് ഇവർക്ക് വേണ്ടി ഹാജരായത്. ആത്മീയശക്തി കോടതിക്ക് മേൽ പ്രയോഗിക്കാനാണോ ശ്രമമെന്ന് ബിഷപ്പ് ഫ്രാങ്കോയോട് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അന്ന് ഹർജി തള്ളിയത്. ഇതിനിടെ 2020 ഓഗസ്റ്റിൽ വിചാരണ തുടങ്ങുന്നു. 14 ദിവസം വിചാരണയ്ക്ക് ഹാജരാകാതിരുന്ന ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് കോട്ടയത്തെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ഒടുവിൽ വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകാമെന്ന് ബിഷപ്പ് നേരിട്ടെത്തി അറിയിച്ചതോടെയാണ് ജാമ്യം നൽകുന്നത്. ഇതിനിടെ പ്രതിഭാഗം ക്രോസ് വിസ്താരം 2 മാസം നീട്ടണമെന്ന ഫ്രാങ്കോയുടെ ആവശ്യം ഹൈക്കോടതിയും തള്ളി. രഹസ്യ വിചാരണയാണ് നടന്നത് എങ്കിലും ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീ അടക്കം കോടതിയിലെത്തി പ്രോസിക്യൂഷനായി മൊഴി നൽകിയെന്നതാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, 3 ബിഷപ്പുമാർ, 11 വൈദികർ, 25 കന്യാസ്ത്രീകൾ എന്നിവർ വിചാരണയ്ക്ക് അന്ന് ഹാജരായി. എന്തായാലും കേരളത്തിലെ പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് ബിഷപ്പ് പ്രതിയായ ബലാത്സംഗ കേസ്. സത്യത്തിൽ ഇപ്പോഴും നീതി ലഭിക്കാത്ത ഒരിടമെന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മഠങ്ങളാണ്. പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ വീടുകളിലെത്തി മഠത്തിൽ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പെൺകുട്ടികളെ മറ്റൊരു വികാരം എന്താണെന്നോ ബോധമുണ്ടാകുന്നതിന് മുന്നേ തന്നെ മഠത്തിൽ കൊണ്ടുപോയി ഇവരുടെ ഫോർമേഷൻ വഴി ജീവിതം ഇതാക്കി മാറ്റുന്നു, മഠങ്ങളിലാക്കി മാറ്റുന്നു ഈ പെൺകുട്ടികളുടെ ജീവിതം. അതായത് ഈ കൂലിയില്ല കുപ്പാഴ തൊഴിലാളികൾ പലപ്പോഴും ദൈവവിളി എന്ന് പറഞ്ഞ് മഠത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ ഇതിലെ ഒരു 90% വരുന്ന കുട്ടികൾക്കും താല്പര്യമുണ്ടായിട്ടല്ല. ആ കുട്ടികൾ വരുന്നത് വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ മഠങ്ങളിലേക്ക് എത്തുന്നത്. അവരെയാണ് ഇവന്മാർ ഉപയോഗിക്കുന്നത്. ഒരു 10% താഴെയാണ് മറ്റ് ഘടകങ്ങൾ കൊണ്ട് വന്നു ചേരുന്നത്. ചിലപ്പോൾ ആഗ്രഹങ്ങൾ കൊണ്ടും എത്തുന്നവരായിരിക്കാം. എങ്കിൽ പോലും ലോകത്തിൽ ഇന്ന് ആരും തന്നെ ഈ പണിക്ക് പോയില്ലെങ്കിൽ പോലും ഇന്നും മലയോര പ്രദേശങ്ങളിലെയും ഒപ്പം തന്നെ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹങ്ങളിലെയും പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള മഠങ്ങളിൽ കൊണ്ടുപോകുന്നു. ലോകമെമ്പാടുമുള്ള ഇവരുടെയൊക്കെ സഭകളിലേക്ക് അവരെ സംഭാവന ചെയ്യുന്നു. സത്യത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു 25 വയസ്സിന് ശേഷം, അതായത് നമുക്കറിയാം അവരുടെ മനസ്സുറച്ചതിന് ശേഷം പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മഠങ്ങളിൽ ഇവർ സുരക്ഷിതരാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അനുപമയടക്കമുള്ളവർ കാട്ടിയ ധൈര്യം കാട്ടാനുള്ള കരുത്തുണ്ടാകണം. ഇല്ലെങ്കിൽ കൊല്ലപ്പെടും. അതിനു മുൻപ് മഠം വിടേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കപ്പെടും ഇവന്മാർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.